ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈദ് സ്പെഷ്യലായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു 2 വർക്കുമായിട്ടാണ്. ഒന്ന് ഒരു ആർട്ട് വർക്കും മറ്റേത് ഒരു നല്ലൊരു ഒരു ക്രാഫ്റ്റുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡ്രോയിങ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വലിയ സൈസിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ ഡെക്കോറൊക്കെ ആയിട്ട് തൂക്കാം. ഇതൊരു സിമ്പിൾ കാലിഗ്രാഫിയാണ്, എന്നാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാലിഗ്രാഫിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ലോങ് വീഡിയോ ചെയ്ത് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ അറബി പഠിക്കാണ്ട് എഴുതാനൊന്നും അറിയാണ്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെതൊക്കെ ആയിട്ടുള്ളൊരു ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ വർക്കിലേക്ക് കടക്കാം. നല്ല കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ യെല്ലോ, ഓറഞ്ച്, റെഡ് കോമ്പിനേഷനിൽ നല്ല ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ലുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വെറ്റായിട്ടിരിക്കുമ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തത്. ഒരുപാട് പേര് നമ്മുടെ ലോങ് വീഡിയോ മിസ്സിങ് ആണ്, എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. മോളിങ് കൊണ്ടൊന്നും പറ്റാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ചെയ്യുന്ന വർക്കൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ ലോങ് വീഡിയോ ആയിട്ട് ഇടാനുള്ള ആ ഒരു എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടും ആ ഒരു സിറ്റുവേഷനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാം പെൻഡിങ്ങിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആഡ് ചെയ്തിട്ട് 1-2 ദിവസങ്ങളിലായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ട കൂട്ടുകാരായാൽ കൂടിയും ഈ ഒരു ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കളറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള ബ്രഷ് ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്യുക. ഒന്ന് ലൈറ്റ് കളറിന്ന് ഡാർക്ക് കളറിലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ടിട്ട് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കളേഴ്സൊക്കെ ബ്ലെൻഡായിട്ട് നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങിയതാണോ അതുപോലെ തന്നെ ഡാർക്കായിട്ടും ലൈറ്റായിട്ട് ഇരിക്കുന്നതൊക്കെ മാറിയിട്ട് നല്ല നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്, കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെൻഡ് ആയിട്ടുണ്ടെങ്കിൽ കൂടിയും കുറച്ച് ലൈൻസൊക്കെ അവിടെ വിസിബിളാണ്. പക്ഷെ ഞാനത് ആ ഒരു ലൈൻസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തതാണ് കേട്ടോ, ആ ഒരു ടെക്സ്ചർ എന്നുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു വെക്ടർ കാലിഗ്രാഫി എന്നാണ് ഞാനിത് ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് കണ്ടിട്ടുണ്ടായത്. ഈ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് കാലിഗ്രാഫിയും അതുപോലെ തന്നെ ആർട്ടും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണ്. ഇപ്പോൾ കാലിഗ്രാഫി ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് കാലിഗ്രാഫിയാണ്, ഇതെങ്ങനെയാണ് ഇത്രയും സിമ്പിളായി ചെയ്യുന്നതിന് എന്തെങ്കിലും വേറെ മെത്തേഡ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ, കർവും കാര്യങ്ങളും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അറബി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ അക്ഷരം എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ചിഹ്നങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ ആ ഒരു അക്ഷരമായിട്ട് മാറുള്ളൂ. നമ്മൾ നോർമൽ ഒരു ആർട്ട് പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്ഷരങ്ങളൊക്കെ വരച്ചതിന് ശേഷം ചിഹ്നങ്ങൾ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അറബി എഴുതുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം തന്നെ അതിൻ്റെ ചിഹ്നങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് ഓരോ അക്ഷരവും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത അക്ഷരം എഴുതി കൊടുക്കേണ്ടത്. ഞാൻ ചെയ്യുന്നത് വെറും ഒരു ആർട്ട് ഫോം മാത്രമാണ്. ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. ഒരിക്കൽ കൂടി പറയുകയാണ്, ക്ഷമിക്കുക. തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സിമ്പിളായി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലിഗ്രാഫി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. വലിയ സൈസിലൊക്കെ ചെയ്തിട്ട് വീട്ടിൻ്റെ എൻട്രൻസിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് അടുത്തത് ഒരു വർക്ക് ഉണ്ടല്ലോ. അടുത്ത ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു കുഞ്ഞു കല്ലിലാണ്. ഈ ഒരു കല്ല് കുറച്ച് നാൾ മുന്നേ നടക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ മോൾ എനിക്ക് പെറുക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പ് കണ്ടപ്പോൾ എനിക്കത് കളയാനും തോന്നിയിട്ടില്ല. നല്ല രീതിയിലെടുത്ത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കീ ചെയിൻ ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അതിന് കണക്കായിട്ട് ഇതുപോലെ കല്ലൊക്കെ ആകുമ്പോൾ നമുക്കതിന് ലോക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല, ഹോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ഷേപ്പിലൊരു കമ്പി വളച്ചെടുത്തതിന് ശേഷം ഒരു ഹുക്കിൻ്റെ ഹോൾ ഉണ്ടാക്കിയെടുത്തു. അത് ഗ്ലൂ ഗണ്ണ് നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം വേസ്റ്റ് കോട്ട് വൈറ്റ് അടിച്ചിട്ട് ഒന്ന് ഉണങ്ങിയെടുത്തു കേട്ടോ. അങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വർക്കാണ്. ഇത് കീ ചെയിനായിട്ടും അതുപോലെ തന്നെ ലോക്കറ്റായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല യുണീക്കായിട്ടുണ്ട്. പിന്നെ റെസിനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ ഒരു റെസിനും കൂടി കുറച്ചൊന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം റെസിൻ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കോട്ടിങ് വരെയാണ്, അതിൻ്റെ മുകളിലൊരു പ്രൊട്ടക്ഷൻ ലെയർ വരുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസിൻ കൂടി ആഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഗ്ലേസിങ്ങും ലോങ് ലാസ്റ്റിങ്ങും ആയിരിക്കും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ
അതില്ല, റെസിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇതുപോലെയുള്ള ഒരു പാറ്റേൺ മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കയ്യിൽ റെസിൻ ഉണ്ടെങ്കിൽ ഒരു ലെയർ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എന്നാൽ ഇതുപോലെ നേരത്തെ കൊടുത്ത സെയിം കോമ്പിനേഷൻ കളേഴ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഓറഞ്ച്, റെഡ്, യെല്ലോ. അപ്പോൾ ഈ ഒരു കളേഴ്സിൻ്റെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വർക്കാണ്. ഈ ഒരു കോമ്പിനേഷൻ കിട്ടുമ്പോൾ തന്നെ എൻ്റെ നോർമലി എല്ലാ വർക്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇടിവെട്ട് കളേഴ്സ് മാറ്റിയിട്ട് ബേസ് കളേഴ്സ് അതുപോലെ പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യുന്നു. പക്ഷേ ഇനി എത്ര പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്താലും ഇടിവെട്ട് കളേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുന്നില്ല. ആ ഒരു എന്താണ് പറയുക, ചില ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ ബ്രൈറ്റായിട്ടുള്ള. പക്ഷേ നോർമലി പറയുകയാണെങ്കിൽ എനിക്ക് ബ്രൈറ്റായിട്ടുള്ള കളർ ഡ്രസ്സിനേക്കാൾ എന്ന് കരുതി മെറൂൺ കളറ്, ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ ഇതൊന്നും ഇഷ്ടമല്ല എന്നല്ല, ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷേ പേസ്റ്റൽ കളേഴ്സിലും എനിക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെ വർക്കുകൾ ചെയ്യുമ്പോൾ, ക്രാഫ്റ്റ് ആർട്ടൊക്കെ ചെയ്യുമ്പോൾ പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു അത് കംപ്ലീറ്റ് ആവാത്ത പോലത്തെ ഒരു ഫീൽ വരാറുണ്ട്. ഒരു അട്രാക്റ്റീവ് ആയിട്ടില്ലാത്ത പോലെ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ആ ഒരു ട്രെൻഡൊക്കെ ഔട്ടായി. പേസ്റ്റൽ കളേഴ്സാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുന്നില്ല. ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ, എനിക്ക് പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണോ എനിക്കറിയില്ല. എന്തായാലും എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ എൻ്റെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ ഒരു ഗ്രേ കളറ് അല്ലെങ്കിൽ ഭയങ്കര ഡിമ്മായിട്ടുള്ള നമ്മൾ ഓഫ് വൈറ്റ് കളറൊക്കെ ഡ്രസ്സ് പുതിയത് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നരച്ച കളർ എന്നൊക്കെ പറയില്ലേ പ്രായമുള്ള ആൾക്കാർ, അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് പേസ്റ്റൽ കളേഴ്സ് ബേസ് കൊടുത്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്തൊരു ഫീൽ വരും. എൻ്റെ ചിന്താഗതി മാത്രമാണ് കേട്ടോ, അത് ആരിലും അടിച്ചേൽപ്പിക്കുന്നതല്ല. നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്നാൽ ഇതുപോലെ നമ്മളൊരു കുഞ്ഞ് പള്ളി അതിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കുവാണ്. നമ്മളെ ബേസ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം പള്ളി വരക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കളറും ബ്ലെൻഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പള്ളി വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ നമ്മൾ ആ ഒരു ബാങ്കൊക്കെ കൊടുക്കുമ്പം കേൾക്കുന്ന ഒരു സ്ഥലമില്ലേ, സ്പീക്കറൊക്കെ ഇല്ലേ, ആ ഒരു എനിക്കറിയില്ല അതിൻ്റെ പേര്, കറക്റ്റ് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഉണങ്ങിയതിന് ശേഷം മാത്രം ബാക്കിൽ റെഡ് കളർ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി വെച്ച സമയത്ത് നമ്മൾ ആമാടപ്പെട്ടി എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ കുറേ ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോൺസൊക്കെ കിട്ടി. അപ്പോൾ കുറച്ച് ബീഡ്സ് നമ്മൾ പേൾസ് ജോയിൻ ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പിലുള്ള ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഒരു കമ്പിയിൽ കോർത്തിട്ട് അത് ഞാൻ കീ ചെയിൻ്റെ കൂടെ ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽക്കുലത്തെ സംഭവം കൂടി ഉണ്ടാക്കിയെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണൽ മാത്രമാണ്, അല്ലെങ്കിൽ അത് മാത്രം ആഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു ഗോൾഡൻ കളറ് ബീഡ്സും കൂടി ലാസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കീ ചെയിൻ ആയിട്ട് കാണാം. അപ്പോൾ ഈ രണ്ട് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഏതാണ് കൂടുതൽ ഇഷ്ടമായത്? അപ്പോൾ ഈ ഒരു കീ ചെയിൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റും. നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു, ടേക്ക് കെയർ. ഒരുപാട് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. ടാറ്റാ.